വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും വിവരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ പ്രകോപനം അവസാനിച്ചതായി സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജമ്മു കശ്മീരിന്റെ അതിർത്തിയിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പല പ്രദേശങ്ങളിലും പരക്കെ ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതിനെ നിർവീര്യം ആക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആശങ്ക പടർത്തുന്ന വാർത്തയായി പുറത്തു വന്നത്. പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ 11 മണിയോടുകൂടി ഈ ബ്ലാക്ക് ഔട്ട് അവസാനിപ്പിക്കും എന്നുള്ള വിവരം കൂടി വരുമ്പോൾ അത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ത് തരത്തിലുള്ള ആക്രമണവും അല്ലെങ്കിൽ പ്രത്യാക്രമണമോ ആയാലും അത് ആരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇത്തരത്തിലുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അത് വളരെ വലിയ തരത്തിൽ ആശ്വാസകരമാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളിലെ പല സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങിയത് എന്നുള്ള വാർത്തകളായിരുന്നു ആദ്യം വന്നത്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അതുപോലെ തന്നെ ഒമർ അബ്ദുള്ളയാണ് ഇക്കാര്യത്തിൽ ആദ്യമായി ഒരു സ്ഥിരീകരണം എന്നുള്ള തരത്തിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചത്. അതിലൂടെയാണ് ലോകം അറിഞ്ഞത് ഇത്തരത്തിൽ വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ ഡ്രോണിന്റെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത്. അതിലാണ് ഇപ്പോൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ വരുന്നത് എന്നുള്ളതാണ്. പലയിടത്തും പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണത്തിൽ നിന്നും പിൻവാങ്ങി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും വരുന്നുണ്ട്. നേരത്തെ ലിജോ സൂചിപ്പിച്ചതുപോലെ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ചെറിയ തരത്തിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്നതായിരിക്കും പാകിസ്ഥാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയം എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. പാക് പ്രകോപനം അവസാനിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അത് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് എന്നുള്ളതാണ്. ലിജോ, എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു, പാക് പ്രകോപനം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോഴും ചെറിയ രീതിയിൽ പോലും ഇന്ത്യയെ പാകിസ്ഥാൻ ഇന്ന് ഈ രാത്രിയിൽ പ്രകോപിപ്പിച്ചു എങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇനി പാകിസ്ഥാൻ ഒരു തരത്തിലും ഒരു കാര്യവും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് തന്നെയല്ലേ അത് നീങ്ങുക? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഒരു തരത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ പാകിസ്ഥാൻ നാണം കെടുന്ന ഒരു സാഹചര്യം ഇന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതും ആണവായുധങ്ങൾ കൈവശമുള്ള ആണവശക്തിയായ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു. ആ വെടിനിർത്തലിന് ശേഷവും ഈ മേഖല പൂർണ്ണമായും അത്തരത്തിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പ്രകോപനം കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മുവിലും ബാരാമുള്ളയിലും ശ്രീനഗറിലും ഇപ്പോൾ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥിതി നിയന്ത്രണ വിധേയമാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലയിടത്തു നിന്നും ബ്ലാക്ക് ഔട്ടിൽ നിന്ന് മാറുന്നു. പല സംസ്ഥാനങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങൾ ബ്ലാക്ക് ഔട്ടിൽ നിന്ന് മാറുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ കൂടി ആശ്വാസകരമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ രാത്രി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പക്ഷേ ആ നിർണായകമാണ് സ്ഥിതി എന്ന് പറയുമ്പോൾ പോലും അത് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അത്തരത്തിലുണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കുമോ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇനിയും അറിയണം. പക്ഷേ ഏതായാലും ശ്രീനഗറിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനം ഉണ്ടായിട്ടില്ലെന്നും ഒരു പക്ഷേ അത് ഈ സ്വാഭാവികമായും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരും അത് വെടിവെടിച്ചിടുകയോ തകർക്കുകയോ ചെയ്യുന്ന സമയത്തുള്ള സ്ഫോടന ശബ്ദം മാത്രമാണ് എന്ന നിലയിലേക്ക് ആണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയുടെ അവസ്ഥ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വിവിധ സർക്കാരുകളുടെ പ്രതിനിധികൾ എന്ന നിലക്ക് ഉള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈനിക ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സൈനിക വൃത്തങ്ങളുടെയും സൈനിക ഇന്റലിജൻസിൻ്റെയും വാർത്തകൾ കോട്ട് ചെയ്ത് അവരുടെ വാക്കുകൾ കോട്ട് ചെയ്ത് വരുന്ന വാർത്തകളിലും ആശ്വാസം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിസന്ധിയിലല്ല കാര്യങ്ങൾ ഉള്ളതെന്ന് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.